കുന്നംകുളം സ്റ്റേഷനിൽ അതിക്രൂരമായി യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും നടപടിയെടുത്തുണ്ടോ? അത് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2023 നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ പ്രാഥമികമായ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിൽ അച്ചടക്ക നടപടി അക്കാലത്ത് തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിൽ കുറ്റക്കാരായി കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും പണിഷ്മെന്റ് നൽകുകയും ചെയ്തതായിട്ടാണ് കാണുന്നത്. ഒരു ക്രൂരമായ മർദ്ദനത്തിന് സ്ഥലം മാറ്റവും പിന്നെ അതുപോലെ തന്നെ അന്നുണ്ടായ SI ഇവിടെ ഉണ്ട്. അത്തരം ചെറിയ അച്ചടക്ക നടപടിയാണ് ആവശ്യം. അല്ല, അത് അച്ചടക്ക നടപടി എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സാണ്. ആ ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സിൽ ജുഡീഷ്യറി ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതിൽ വരുന്ന എവിഡൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ആ എവിഡൻസസിൽ ആരൊക്കെയാണോ കുറ്റക്കാരാണെന്ന് അന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസിഷൻ എടുക്കുന്നത്. സാർ, ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ഈ സേനയിൽ തന്നെ തുടരുന്ന അപമാനമല്ലേ ശരിക്കും പറഞ്ഞാൽ? അവരൊക്കെ മാറ്റി നിർത്തേണ്ടല്ലേ? അത്രമാത്രം ബ്രൂട്ടലായിട്ടാണ് മർദ്ദിക്കുന്നത്. അതായത് ഈ സംഭവം നടന്ന സമയത്ത് ആക്ഷേപം വന്നിരുന്നു. ആ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടുണ്ട്. ആ എൻക്വയറി നടന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകൾ കാണുന്നത്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുകയാണ്. ഇതിൽ പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിൽ ഒരു MC ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രിമിനൽ നടപടി ഓൾറെഡി പെൻഡിംഗ് ആണ്. ഇനി ആ ക്രിമിനൽ നടപടിയിൽ കൂടുതൽ എന്തായെങ്കിലും കോടതിയുടെ പരാമർശവും കോടതിയുടെ നടപടിക്രമങ്ങളും കൂടെ പരിശോധിച്ചിട്ട് ഇതിൽ മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആ ഘട്ടത്തിൽ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ SIക്ക് സ്ഥലം മാറ്റമാണോ ഉണ്ടായത്? ഇവിടെ ഇപ്പോൾ തൃശ്ശൂരിലുണ്ടല്ലോ. SIക്ക് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ശിക്ഷ നൽകിയിട്ടുണ്ട്. സ്ഥലം മാറ്റം ഒരു ശിക്ഷയല്ല, പ്രത്യേകം ശിക്ഷ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നൽകിയിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരു ആക്ഷേപം വന്നാൽ ആ ഘട്ടത്തിൽ അത് പരിശോധിക്കാം. ഇത് 2 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് വന്ന പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ CCTVകളും ഒക്കെ പരിശോധിച്ചിട്ടാണ് അക്കാലത്ത് എൻക്വയറി നടത്തിയിട്ടുള്ളത്. ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ 3 പേർക്ക് ശിക്ഷ നൽകിയതായിട്ട് ഇപ്പോൾ ഈ ഫയലുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാം. അത് പരിശോധിക്കണം. 3 ആളുകളെ ശിക്ഷ നൽകിയിട്ടുണ്ട്. നിർദ്ദേശത്തെ തുടർന്നുള്ള അന്വേഷണം കാര്യക്ഷമമായി നടക്കും. അല്ല, കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം പോലീസല്ല നടന്നത്. കോടതി നേരിട്ട് അന്വേഷിക്കുകയാണ്. കോടതി CC പിടിച്ച് എൻക്വയറി നടത്തുകയാണ്. ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് എന്തെങ്കിലും കണ്ടെത്തലുകൾ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ അതുകൂടി പരിശോധിച്ച് പോകാം. തീർച്ചയായിട്ടും. നിലവിൽ പോലീസിന്റെ ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കോടതി നടപടികളാണ്. അല്ല, കോടതിയിൽ ക്രിമിനൽ നടപടികളാണ് നടക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിക്കാരൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി അത് നേരിട്ട് എൻക്വയറി ചെയ്യാൻ തീരുമാനിച്ച് CC പിടിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഓൾറെഡി ക്രിമിനൽ പ്രൊസീഡിങ്സ് പെൻഡിംഗ് ബിഫോർ ദി കോർട്ട്. അച്ചടക്ക നടപടിയാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തത്. അപ്പോൾ അത്തരം സംഭവവുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ നമുക്ക് മുന്നിൽ വന്ന എവിഡൻസസ് എക്സാമിൻ ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ശിക്ഷ നൽകിയിട്ടുണ്ട്. ട്രാൻസ്ഫർ ഇസ് നോട്ട് എ പണിഷ്മെന്റ്. ഡിഫറൻറ്റ് പണിഷ്മെന്റ് ഹാസ് ബീൻ ഗിവൻ. അത് പലതരത്തിലുള്ള പണിഷ്മെന്റ് ആണ്. അതിൽ റിമൂവൽ ഒരു പണിഷ്മെന്റ് ആണ്, ഇൻക്രിമെന്റ് ബാർ പണിഷ്മെന്റ് ആണ്. അങ്ങനെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പണിഷ്മെന്റ് ഉണ്ട്. അത്തരം രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് 3 ഉദ്യോഗസ്ഥർക്ക് നൽകിയതായാണ് കാണുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ ഒരാളെ മർദ്ദിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ പോളിസി. അത് മാക്സിമം താഴേക്ക് നമ്മൾ ഡിസമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പോലീസ് സേനയിൽ 62,000 പേര് ജോലി ചെയ്യുന്ന ഒരു സേനയാണ് പോലീസ്. അപ്പോൾ അതിൽ കേവലം 2-3 പേരുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് വെച്ച് നമ്മളൊരു ജനറലൈസേഷനിലേക്ക് പോരുന്നതാണ് എൻ്റെ റിക്വസ്റ്റ്.